ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇതളപ്പമാണ്. കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതളപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ജീരകശാല അരി 3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അത് വാഷ് ചെയ്തെടുത്തതാണിത്. നമുക്കിത് പച്ചരി വെച്ചൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ അതിൽ ജീരകശാല അരി വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. അപ്പോഴാണ് അതിൻ്റെ ആ മണവും ആ ടേസ്റ്റൊക്കെ ശരിക്കും കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് അരിയിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറ് എന്നതാണ് കണക്ക്. ചോറ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. നമ്മളിതിൽ വെള്ളം യൂസ് ചെയ്യില്ല, പകരം തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്. ഞാനിതിന് 1 തേങ്ങയുടെ പാല് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാത്രം ഈ അരിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് പാല് ചേർത്തിട്ട് അരയ്ക്കാൻ പാടുള്ളൂ, അപ്പോൾ നന്നായി അരഞ്ഞു കിട്ടും. നമുക്കിതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് തിന്നാക്കി എടുക്കണം. അതിനായിട്ട് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഇത്രയും ലൂസിൽ നമുക്ക് എടുക്കണം. വേണ്ട, ഇത്രയ്ക്ക് ലൂസാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാം. നമുക്കിനി അപ്പം വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ട് വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആ പ്ലേറ്റിൽ നമുക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് ആവി വരുന്നുണ്ട്. നമുക്കിനി ഈ പാത്രത്തിലേക്ക് ഒരു ഇതുപോലുള്ള തവിയിൽ ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മളതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികം നെയ്യൊന്നും വേണ്ട കേട്ടോ, കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നമുക്ക് 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വീണ്ടും 3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മളെടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞങ്ങൾക്ക് ഇവിടെ 7 ലെയർ വരെ കിട്ടിയിട്ടുണ്ട്. പാത്രത്തിൽ ഇത് ലാസ്റ്റ് ലെയറാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു 5 തുടങ്ങി 10 മിനിറ്റ് നേരം വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായി പെർഫെക്റ്റായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. നമുക്കിത് ഇഡലി പാത്രത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിത്തെ ബാറ്ററും ഇതുപോലെ തന്നെ ലെയറുകളായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇതളപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൻ്റെ സൈഡ് ഒരു നൈഫ് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതൊന്ന് വിടിവിച്ചതിന് ശേഷം നമുക്ക് ഇത് എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ടോ, ഓരോ ലെയറായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ എടുത്താക്കുന്ന പ്ലേറ്റിന് ഹൈറ്റ് കൂടുതലാണെങ്കിൽ ഇതിലും കൂടുതൽ ലെയറുകളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഇങ്ങനെ ഓരോന്നായിട്ടും എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് നമ്മൾ മാവ് കലക്കാനായിട്ട് തേങ്ങാപ്പാൽ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ, വെള്ളം ചേർക്കാൻ പാടില്ല. തേങ്ങാപ്പാലിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. പക്ഷെ വേറെ സെപ്പറേറ്റ് വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് എഗ് മസാലയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് ഒന്നുമില്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.